Praise the Lord. എല്ലാവർക്കും വന്ദനം. आप सभी को यीशु मसीह के नाम से जय मसीह की। നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഗിരിപ്രഭാഷണങ്ങളാണല്ലോ. हम पिछले समयों से जो वचन का मनन करने वाला विषय है यीशु मसीह की पहाड़ी उपदेश के विषय से। അതില് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. उसमें हम उस विचार में आ पहुंचे थे जहां यीशु मसीह कह रहा है कि तुम संसार की ज्योति हो। പുതിയ നിയമസഭയ്ക്ക് ആവശ്യമായ പ്രമാണങ്ങളാണ് ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നത്. नए नियम में आवश्यक जो बातें हैं वो मत्ती के सुसमाचार 5, 6 और 7 अध्यायों में यीशु मसीह ने बताया गया है। അതുകൊണ്ടാണ് 7-ാം അധ്യായത്തിന്റെ അവസാനം യേശു കർത്താവ് പറയുന്നത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കും. इसलिए 7वें अध्याय के आखिरी आयतों में परमेश्वर इस प्रकार से कहता है कि मेरी ये बातें को सुनकर करने वाले लोग उस व्यक्ति के समान होंगे जिसने अपने घर को चट्टान में बनाया है। കർത്താവിന് പ്രീച്ചിങ്ങും ടീച്ചിങ്ങും 2 മെത്തേഡ് ഉണ്ടായിരുന്നു. परमेश्वर का जो प्रचार और उसका जो शिक्षा है इसमें 2 अंतर हम देखते हैं। പബ്ലിക്കിൽ ചെല്ലുമ്പോൾ കർത്താവ് പ്രീച്ച് ചെയ്തിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കും. जब यीशु मसीह आम लोगों के बीच में जाया करते थे तो वहां वे प्रचार करते थे और अद्भुत चिन्ह और चमत्कार को वो दिखाते थे। എന്നാൽ ശിഷ്യത്വത്തിലേക്ക് വന്ന തന്റെ ജനത്തോട് അവൻ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. परंतु चेलापन में आए हुए उसके प्रिय लोगों से वे स्वर्ग राज्य के रहस्यों को वो बताकर देते थे। ആ രഹസ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യത്വത്തിലേക്ക് വന്ന അവർക്ക് മാത്രമേ ആ രഹസ്യം മനസ്സിലാകത്തുള്ളെന്ന് കർത്താവ് പർത്തോസിനോട് പറയുന്നുണ്ട്. और ये जो रहस्य है, ये जो मर्म है, वे सभी लोग ये पता नहीं कर पाते हैं या समझ नहीं पाते हैं। वे केवल वो लोग होते हैं जो चुने गए हैं, जो बुलाए गए हैं, वे ही जो उसके चेले हैं, वे उसके बातों को समझ पाते थे। പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾ മോശ സീനായി പർവ്വതത്തിൽ വെച്ച് യഹൂദ ജാതിക്ക് വേണ്ടി ലിമിറ്റഡ് ആയിട്ട് പ്രൈസ് ലോർഡ് നൽകുവാനായിട്ട് ഇടയായെങ്കിൽ യേശു നൽകിയത് ലോകത്തിന്റെ അറ്റത്തോളമുള്ള ജനത്തിന് വേണ്ടിയാണ്. पुराने नियम की जो व्यवस्थाएं हैं वो केवल यहूदी समाज या जाति के लिए सीमित एक व्यवस्था थी, तो नए नियम में परमेश्वर दुनिया के छोर तक पाए जाने वाले हर एक मनुष्यों के लिए दी गई व्यवस्था है। പഴയ നിയമം പൂർണ്ണതയുള്ളതായിരുന്നെങ്കിൽ ഒരു പുതിയ നിയമത്തിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഒരു പുതിയ നിയമം കർത്താവ് നമുക്ക് തരുവാനിടയായി. पुराना नियम यदि पूर्णता से पाया जाने वाला एक विषय रहता तो नए नियम की जरूरत नहीं रहती, परंतु नए नियम देखकर परमेश्वर उस पुराने नियम की कमी को भी पूरा कर देता है। ആ പഴയ നിയമം കേവലം പുറമെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നപ്പോൾ പ്രൈസ് ലോർഡ് ഈ പുതിയ നിയമം നമ്മളെ അകമേ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രമാണമായിട്ട് മാറി. पुराने नियम जो है वे केवल बाहरी रूप से एक व्यक्ति का शुद्धिकरण या उसके विषय में संबंधित रहता था, तो नए नियम में जो परमेश्वर ने बातों को कहा है वो एक व्यक्ति के भीतर से उसे आमीन शुद्ध करने वाली बातों को बताते हैं। പുതിയ നിയമത്തിന്റെ പ്രമാണം പ്രൈസ് ലോർഡ് സകല ജാതി മത ഭാഷക്കാർക്കും വേണ്ടി സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ആഹ്വാനമായി തീരുകയാണ്. और नए नियम का जो व्यवस्थाएं हैं वे सारे जाति भाषा बोलने वाले सभी लोगों के लिए एक स्वर्ग का राज्य का प्रवेश का द्वार के समान बताया जाता है। ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, മത്തായി 5, 6, 7 അധ്യായങ്ങൾ വായിച്ച് പഠിച്ച് അതുപോലെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ട് സ്വർഗരാജ്യം പ്രാപിക്കാം. और मैं हमेशा जब प्रचार करता हूँ या बाइबल अध्ययन लेता हूँ तो इस प्रकार से मैं लोगों को बताता हूँ कि मत्ती के सुसमाचार 5, 6 और 7 अध्याय यदि आप पढ़कर उसी के अनुसार आप चल सकते हैं तो आप निश्चय स्वर्ग राज्य में प्रवेश कर पाएंगे। അതിന്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
और उनमें से कुछ भाग हम पिछले कई दिनों से मनन करते आ रहे हैं। നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായി 5:14. और हम विचार करने वाला विषय यह था कि मत्ती के सुसमाचार 5 का 14 अध्याय में जो लिखा है कि तुम जगत की ज्योति हो। യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. പിന്നെ പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. यीशु पहले अपने आप के विषय में ये बात को बताता है कि मैं जगत की ज्योति हूँ। उसके पश्चात यीशु मसीह ये भी बता रहा है कि तुम भी जगत की ज्योति हो। യേശുവാകുന്ന ഗുരുവിന് ആഗ്രഹം ശിഷ്യന്മാരൊക്കെ യേശുവിനോളം വളരണമെന്ന്. यीशु जो गुरु है वो यह इच्छा अपने चेलों के प्रति रखता है कि उसके चेले भी उस गुरु के उतना ही बढ़कर चले जाएं। മാത്രമല്ല, യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള എൻട്രി, അല്ലെങ്കിൽ ലോകത്തിലേക്ക് ജനിച്ചത് ലോകത്തിന് വെളിച്ചം പകരുവാൻ ഇടയായി എന്ന ചരിത്രം പോലും പറയുമ്പോൾ അവന്റെ ശിഷ്യന്മാരാകുന്ന നമ്മളാണ് ഇരുളടഞ്ഞ പാതകളിൽ കടന്ന് വെളിച്ചം പകരേണ്ടത്. यीशु मसीह का इस दुनिया में एक एक जगह प्रवेश करने का आमीन, या यीशु मसीह सबकी ज्योति बनकर बहने रहने का समय में हमें बात को, हमारी जिम्मेदारियों को समझना है कि हम जब उसके चेले बनकर रहते हैं, हम उसकी ज्योति बनकर इस दुनिया के एक एक कोने में जाना हमारा कर्तव्य है। യേശുവിനെക്കാട്ടിൽ ഒട്ടും കുറഞ്ഞതായി നിൽക്കുവാൻ തന്റെ ശിഷ്യന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നേ ഇല്ല. यीशु मसीह से भी बिल्कुल कम बनकर रहने के लिए अपने चेलों के प्रति कभी भी यीशु मसीह यह इच्छा नहीं रखता है। നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ ഈ വെളിച്ചത്തിനകത്ത് കളർഫുൾ ആണ്. ഈ ലോകത്തെ കളർഫുൾ ആക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. आप जब जगत की ज्योति हो ऐसे जब कहते हैं, तो इस ज्योति के अंदर आपको और रंग बिरंगा बनाने के लिए परमेश्वर आपके जीवन से चाहता है। നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ വെളിച്ചത്തിനകത്ത് ഒരു എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് എനർജി പകരുവാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. और आप इस जगत की ज्योति हो जब ये कहते हैं, तो ज्योति के अंदर एक ऊर्जा पाई जाती है, और वो ऊर्जा हम और आपके अंदर से ही लोग पा सकते हैं। ഈ ഇരുളടഞ്ഞ ലോകത്തിലേക്ക് വെളിച്ചം കടന്നു വന്നപ്പോൾ ഈ ഇരുളടഞ്ഞ ലോകത്തെ വെളിച്ചം പ്രകാശിപ്പിക്കുവാനിടയായി. और अंधकार भरी दुनिया में जब रोशनी ज्योति उतर आती है, तो इस अंधकार वाली अवस्था को हटाकर ज्योतिर्मय अवस्था में, प्रकाशमय अवस्था में परमेश्वर ने उसको बदल दिया था। ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ സിംഹാസനം വയ്ക്കണമെന്ന് ആഗ്രഹിച്ച ലൂസിഫർ ഇരുളടഞ്ഞ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഇരുള് പ്രകാശത്തെ പിടിച്ചടക്കുവാൻ ശ്രമിച്ചു. പക്ഷേ വചനം പറയാണ്, ഇരുളോ പ്രകാശത്തെ പിടിച്ചടക്കിയില്ല. और जो यीशु मसीह परमेश्वर के सिंहासन के ऊपर जब शैतान अपने सिंहासन को रखने के लिए जब उसने आमीन मन में इच्छा रखा, तो परमेश्वर ने उसी को वहां से आमीन अंधकार की अवस्था में बदल दिया। परंतु अंधकार ज्योति के ऊपर आमीन प्रबल होने के लिए इच्छा रखा, परंतु ज्योति अंधकार के ऊपर प्रबल होता गया। ദൈവത്തിന് സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല നമുക്ക് പ്രകാശം തരുവാൻ. കാരണം അവൻ പ്രകാശം സൃഷ്ടിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുവാൻ ഇടയായത്. ഇത് നമ്മോട് വിളിച്ചു പറയുന്നത് ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല എന്നാണ്. और परमेश्वर को किसी आमीन ज्योति लाने वाली वस्तु की जरूरत नहीं थी, क्योंकि सृष्टि के उस कार्यों में हम ये बात को देखते हैं कि परमेश्वर पहले ही सूरज और चंद्रमा की सृष्टि करने से पहले ही संसार में ज्योति को ले आया था, प्रकाश को ले आया था। उसका अर्थ इतना ही है कि परमेश्वर को किसी वस्तु की आवश्यकता नहीं है कि हमारे जीवन में अपना कार्य को प्रकट करने के लिए। കഴിഞ്ഞ ദിവസങ്ങൾ വെളിച്ചത്തെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനുള്ള ചാപ്റ്ററുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. और पिछले दिनों में प्रकाश के विषय में ऐसी कई बिंदुओं को हम सीखते आए हैं। ഇന്ന് അതിനെ ചിന്തിക്കാനിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പറയുമ്പോൾ കർത്താവ് നമ്മോട് പറയാണ്, വിശുദ്ധിയും നിർമ്മലതയുടെയും പ്രതീകമാണ് വെളിച്ചം. और आमीन आज हम आमीन जब प्रभु यीशु मसीह हमसे कहता है कि तुम जगत की ज्योति हो, तो हमें बात का एक विचार करना है कि ज्योति हमेशा निर्मल अवस्था को दर्शाता है। കാരണം യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ പറയുകയാണ്,
പാപം എന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ അവന്റെ ശിഷ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞാനും നിങ്ങളും അതേ സ്റ്റാറ്റസിലായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. और यीशु मसीह जो है इस संसार की ज्योति है, जब ऐसे कहा जाता है, आमीन, उसी समय में वचन ऐसे भी बताता है कि उसने पाप को अपने जीवन में नहीं जाना था। तो ऐसे आमीन प्रभु यीशु के बारे में बताया गया है, तो हम जो उसकी चेले हैं, हमारे जीवन में भी हमें यह ध्यान रखना जरूरी है कि हमें ऐसे पाप की अवस्थाओं से हमारे जीवन को शुद्ध रखना है। എന്താണ് യേശു നമ്മോട് നേരിട്ട് പറയുന്നതിന്റെ ഉദ്ദേശം? ഞാനും നിങ്ങളും വിശുദ്ധിയുടെ, ലോകത്തിൽ നിന്നുള്ള, പാപത്തിൽ നിന്നുള്ള വേർപാടിന്റെ, നിർമ്മലതയുടെ ഉദാഹരണങ്ങളായി തീരണമെന്ന്. और यीशु मसीह इससे हमें क्या बताना चाहता है? यीशु मसीह हमसे कह रहा है कि हम इस संसार में पाप के प्रति निर्मल या शुद्ध रहकर दुनिया के सामने एक ज्योति के समान हमारे जीवन को हमें दर्शाना है। മാത്രമല്ല അത് പ്രകാശം, നിർമ്മലതയും വിശുദ്ധിയും മാത്രമായിരിക്കുകയല്ല, അത് ലോകത്തിൽ റിഫ്ലക്ട് ചെയ്യണം, മറ്റുള്ളവരിൽ അത് റിഫ്ലക്ട് ചെയ്യണം. और केवल इतना ही नहीं कि प्रकाश से दुनिया में आमीन हमें निर्मल और आमीन शुद्ध पवित्रता की अवस्थाओं को नहीं, परंतु वही निर्मल अवस्था हमारे जीवन से दूसरों के जीवन में हमें प्रतिबिंबित करना है। ഇന്ന് ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്. കർത്താവ് പറഞ്ഞ വിശുദ്ധി അല്ലെങ്കിൽ വേർപാട്, നിർമ്മലത എന്താണ്? ഓരോരുത്തരും ഓരോ നിലയിലാണ് അതിന് അളവ് കൊടുക്കുന്നത്. और आज का दिनों में ये एक बड़ी चर्चा का विषय है कि परमेश्वर ने जो आमीन पवित्रता और शुद्धता का विषय में जो बातों को, अलगाव वाली जीवन की बातों को जो बताया है, उसके बारे में लोग आज चर्चा करते हैं और अपनी परिभाषाओं को लेकर आते हैं। പ്രൈസ് ദി ലോർഡ്. ലോകം അതിന് കൊടുക്കുന്ന നിർവചനമല്ല നമുക്ക് ആവശ്യം. ദൈവത്തിന്റെ വചനം എന്ത് നിർവചനം കൊടുക്കുന്നു നാം ചിന്തിക്കുന്നത്. दुनिया उसके विषय में क्या आमीन जो मतलब दे रहे हैं वो हमें जरूरत नहीं है। परमेश्वर का वचन जो हमें बताता है वही हमारे लिए आवश्यक है। ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് എന്തെങ്കിലും വിദേശ രാജ്യങ്ങളുടെ കൾച്ചർ ഇവിടെ അഡോപ്റ്റ് ചെയ്താൽ ഉടനെ ദൈവദാസന്മാർ അതിനെതിരായിട്ട് സംസാരിക്കുമായിരുന്നു. और इंडिया के, भारत के संस्कृति को छोड़ यदि कोई विदेशी संस्कृति की बातों को यदि अपनाया जाता था तो पहले प्रभु के दास लोग बहुत उसके विरोध करते थे। ആ വിശുദ്ധിയുടെ നിർവചനങ്ങൾ ദൈവദാസന്മാര് പ്രസംഗിക്കുന്നത് കേട്ടാൽ നമുക്ക് ഇന്ന് കേൾക്കുമ്പോൾ അത് രസകരമായിട്ട് തോന്നും. और पवित्रता के जो मतलब जब प्रभु के दास लोग प्रचार करते हुए सुनते थे, और आज यदि हम फिर से वो सुनेंगे तो हमें बहुत मजेदार अनुभव उसमें से आएगा। ഞാൻ ചില ഉദാഹരണങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുക നമുക്ക് ചിന്തിക്കാം. मैं आपको कुछ ऐसे उदाहरणों को बताकर प्रभु का वचन उसके प्रति क्या बताता है उसी के बारे में हम मिलकर मनन करेंगे। എന്റെ ഒരു സുഹൃത്ത് പാസ്റ്റർ ഈ ബോംബെയിൽ ഉണ്ടായിരുന്നു. मेरा एक मित्र, एक प्रभु के दास था, इस मुंबई शहर में रहता था। അദ്ദേഹം ഇപ്പൊ നാട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. अब वो केरल में अपना सब बसेरा किया है। അദ്ദേഹത്തിന്റെ ഒരു മൂത്ത, ഏറ്റവും എൽഡർ ആയിരിക്കുന്ന ഒരു സിസ്റ്റർ ഒരു നേഴ്സിംഗ് സ്കൂളിൽ പഠിക്കാൻ പോയി വളരെ വർഷങ്ങൾക്ക് മുമ്പ്. और उस प्रभु के दास के सबसे बड़ा एक बहन जो था वो एक नर्सिंग स्कूल में शिक्षा प्राप्त करने के लिए चली गई। അവര് ലീവിന് തിരിച്ച് വീട്ടിൽ വന്നു. ആ സൺഡേ ചർച്ചിൽ പോകാൻ നേരം അവളുടെ ഒരു ബുക്ക് തുറന്നിട്ട് ആ ബുക്കിനകത്ത് ഇട്ടിരുന്ന പൗഡർ, അതായത് ഹോസ്റ്റലിൽ കൂട്ടുകാരികളുടെ കയ്യിൽ നിന്ന് ബുക്കിനകത്ത് ഇട്ട പൗഡറാണ്. ആ പൗഡർ എടുത്ത് മുഖത്ത് തേച്ചു. और एक छुट्टी में वे जब घर आई थी तो वहां एक संडे को, एक रविवार को प्रार्थना के लिए जाने के समय में उन्होंने अपने मित्रों के हाथ से कुछ पाउडर को लेकर आए थे, एक पुस्तक के अंदर छुपाकर वो खोलकर उस पाउडर को अपने चेहरे पर डालने लगी। ഈ പൗഡർ ഇടുന്നത് അമ്മ കണ്ടുപിടിച്ചു. और ये पाउडर डालती हुई समय उसकी माँ ने उसका पता लगा लिया। അമ്മ അത് പിതാവിനോട് പറഞ്ഞു. माँ जाकर अपने पिता से कहती हैं, ചർച്ചിൽ ചെന്ന് ഹോളി കമ്മ്യൂണിന്റെ സമയത്ത് പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഇന്ന് ഹോളി കമ്മ്യൂൺ എടുക്കണ്ടെന്ന് പറഞ്ഞു. और कलीसिया में जाकर
जब प्रभु मेज का सेवकाई का समय आया तो पासबान उठकर इस बेटी के बारे में उसके नाम लेकर इस प्रकार बोला कि आज तुम प्रभु मेज की सेवकाई में शामिल ना होना। പാസ്റ്റർ പബ്ലിക്കായിട്ട് പറഞ്ഞു, നീ പൗഡർ ഇട്ടുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്, അത് ഹോളിക്കം എടുക്കണ്ട. और पास्टर ने पूरे आम सभा में ये बात को बता दिया कि आपने आज पाउडर डालकर आए हैं, आप आज प्रभु मेज की सेवकाई में शामिल नहीं होंगे। അമ്മ കണ്ടുപിടിച്ചത് പിതാവിനോട് പറഞ്ഞു, പിതാവ് എന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ അതിന് ആക്ഷൻ എടുത്തു. माँ ने जो ढूंढ कर निकाला था वो अपने पति से कहती हैं, पति जाकर जो है पासबान से कहती हैं, पासबान ने कलीसिया में बता दिया। ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടയിൽ നടന്ന ഒരു സംഭവം വിശുദ്ധിയെ കുറിച്ച് എന്നോട് പറയുക. कई सालों से पहले हमारे बीच में एक पवित्रता के विषय में एक ऐसी घटना हुई थी, मैं बताना चाहता हूँ। അന്നത്തെ വിശുദ്ധിയുടെ മാനദണ്ഡം അങ്ങനെയായിരുന്നു. उन दिनों में पवित्रता का जो मापदंड था उसी अनुसार देखते थे लोग। അന്നത് പാപമായിരുന്നു. ഇന്നത് പാപമാണെന്ന് പ്രസംഗിക്കാൻ നമ്മൾക്ക് ആർക്കേലും ധൈര്യമുണ്ടോ? और उन दिनों में वे पाप कर कर लोग मानते थे, लेकिन आज वो पाप है कर कर प्रचार करने के लिए क्या हमारे पास किसी भी प्रकार का धीरज है? അന്ന് പ്രസംഗിച്ചവരുടെ മക്കളും കൊച്ചുമക്കളും ഇന്ന് പെർഫ്യൂമും പൗഡറും ലിപ്സ്റ്റിക്കും അടിച്ചു നടക്കുന്നത്. और उन दिनों में प्रचार किए हुए आमीन प्रभु के दासों का बच्चे और पोते परपोते सब आज परफ्यूम भी लगाते हैं, पाउडर भी लगाते हैं, लिपस्टिक भी लगाकर चलते हैं। ഞാൻ താടി വെക്കുന്ന തെറ്റാണെന്ന് എന്റെ താടിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞത് പാസ്റ്റർ എനിക്കറിയാം. और मैं दाढ़ी बनाए रखना गलत है और ये दाढ़ी गलत है कर कर मेरे दाढ़ी को छू कर बोलने वाले पास्टर को मैं जानता हूँ। അവരുടെ ചർച്ച ശക്തമായി പ്രസംഗിക്കുമായിരുന്നു, മീശയും താടിയും പാവമാണെന്ന്. और उनके कलीसिया में वे बहुत सख्त रीति से प्रचार करते थे कि मूछ रखना और दाढ़ी रखना गलत है, മരുന്നെടുക്കുന്നത് പാവമാണെന്ന്, दवाई लेना गलत है, പാൻസും ഷർട്ട് ഇടുന്നത് പാവമാണെന്ന്, पैंट और शर्ट पहनना वो भी पाप है। സഹോദരിമാരെ നൈറ്റി ഭവനത്തിൽ ഉപയോഗിക്കുന്ന പാവമാണെന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ എനിക്കറിയാം, പ്രസംഗിച്ചിരുന്ന പാസ്റ്റർ എനിക്കറിയാം. और बहन लोग जो है घर में जो नाइटी पहनती हैं वे भी गलत है, पाप है, ऐसे प्रचार करने वाले पासबानों को मैं जानता हूँ। ബാക്കി കാര്യം ഞാൻ പറയുന്നില്ല, ഇപ്പൊ പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. बाकी चीजों को मैं सबके सामने मैं बता नहीं पाऊंगा। ഇതിനെല്ലാം പാവമായിട്ട് ചിത്രീകരിച്ച ദേവദാസന്മാർ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. और ऐसे सब विषयों को पाप है कर कर प्रचार करने वाले प्रभु के दास लोग केरल में हुआ करता था। ബോംബെയിൽ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു, ഭാര്യമാര് ജോലി ചേരുന്ന പഠിപ്പിക്കുന്നവർ. और मुंबई में एक प्रभु का दास था, वो इस प्रकार सिखाता था कि पासबानों की बीवी जो है या हमारी पत्नियां जो है वे नौकरी नहीं करना चाहिए। അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരുന്ന സഹോദരിമാരെ എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാം. उनके प्रचारों को सुनकर सरकारी नौकरी छोड़कर घर बैठे हुए ऐसे बहनों को मैं जानता हूँ। ഇതെല്ലാം വിശുദ്ധിയുടെയും വേർപാടിന്റെയും മാനദണ്ഡമായി പ്രസംഗിച്ചവർ അന്ത്യനാളുകൾ ഇത് മുഴുവൻ ബ്രേക്ക് ചെയ്തിട്ട് അവരെല്ലാം അത് അനുഭവിക്കാനും തുടങ്ങി. और ये सब पवित्रता का मापदंड है, ऐसे प्रचार किए हुए ऐसे लोग उनके अंतिम समयों में इन सारे मापदंड को तोड़कर ऐसे जीवन जिए हुए लोगों को मैं जानता हूँ। മരുന്നെടുക്കുന്ന പാവമാണെന്ന് പറഞ്ഞ ദേവദാസന്റെ വീട്ടിൽ ഓക്സിജൻ കൊണ്ടുവച്ച് വീട്ടിൽ നേഴ്സിനെ വെച്ച് അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങി. दवाई लेना पाप है बोलने वाला उस प्रभु के दास के घर में ऑक्सीजन सिलेंडर लाकर रखकर नर्स को भी वहां पर नियुक्त करते हुए अवस्थाओं को मैंने देखा है। കോൺക്രീറ്റ് വീട് വെക്കുന്നത് നിങ്ങൾ കർത്താവ് വന്ന പോകത്തില്ലെന്ന് പറഞ്ഞ ദേവദാസന്റെ പിന്നീട് കോൺക്രീറ്റ് വീട് വെക്കാൻ തുടങ്ങി. और सीमेंट का घर बनाना आमीन गलत है, आप प्रभु के आगमन में नहीं जाएंगे, ऐसे प्रचार किया हुआ प्रभु के दास अपने अंतिम दिनों में ऐसे पक्का मकान को बनाकर रहने वाली अवस्थाओं को हमने देखा है। എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഉള്ള ഉദ്ദേശം, ദൈവവചനത്തിലില്ലാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചാൽ നാളെ അതിന് വില കൊടുക്കേണ്ടി വരും.
और मेरे कहने का तात्पर्य इतना ही है कि परमेश्वर का वचन में बोले बगैर यदि कोई भी बात को हम लोगों को साबित करने के लिए कोशिश करते हैं तो कल के दिन उसी के हमें एक बड़ा कीमत चुकाना होगा। അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടാ കർത്താവ് പറഞ്ഞ വെള്ള തേച്ച ചുവരുകൾ എന്ന് പറയുന്നത്, കല്ലറകൾ और എന്ന് പറയുന്നത്. ऐसे लोगों को देखकर ही परमेश्वर इस प्रकार की बात को कहता है कि वे सफेद चूना मारा हुआ आमीन कब्र हैं। അതുകൊണ്ട് പുറമെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആയിക്കോന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. उसका अर्थ ये नहीं और ये प्रचार नहीं कर रहा हूं कि आप बाहरी रूप से कैसे भी जी लेना है സകലവും ഉചിതവും ക്രമവും ആയിരിക്കണം പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. और सब कुछ उचित और क्रम अनुसार होना है, ये पौलोस हमें सिखाता है। എന്നാൽ യേശു പറയുമ്പോഴൊക്കെ അകമയുള്ള രൂപാന്തരത്തെ കുറിച്ചാ കർത്താവ് നമ്മോട് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്നത്. परंतु यीशु मसीह जो अधिकतर बातों को हमें बताया है वे अंदरूनी रूप से हमारे अंदर एक बड़ी रूपांतरण, एक बदलावट लाना है, उसी के बारे में यीशु हमें सिखाता है। അപ്പൊ ഇപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? तो ऐसा है तो आज हमें इन पवित्रता को और शुद्ध बातों को या निर्मल अवस्थाओं को कैसे हम एक सही अर्थ को दे सकते हैं। നമ്മൾ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോ കൾച്ചറൽ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. हम एक एक राज्य में, एक एक देश में जब जाते हैं, एक एक राज्यों में जब जाते हैं, वहां पर विभिन्न प्रकार की सांस्कृतिक बदलाहटों को हम देख सकते हैं। കേരളത്തിൽ ജനിച്ച ഞാൻ ബോംബെയിൽ ജീവിക്കുമ്പോൾ പോകുന്ന രാജ്യങ്ങളിലൊക്കെയും കേരളത്തിലെ കൾച്ചർ തന്നെ പ്രകടമാക്കണം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമാകുമോ? केरल में जन्म हुआ मैं जो हूँ, मैं जब मुंबई में रहता हूँ, मैं जिन जिन राज्यों में जाऊंगा वहां पर केरल का संस्कृति दिखाना है ऐसे में जिद करे तो क्या वो संभव होगा? എന്നാൽ നമുക്കൊരു നല്ല കോൺഷ്യസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. परंतु परमेश्वर ने हमें एक अच्छा विवेक दिया हुआ है। എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ദൈവഹിതമായത് എന്താണ്, ദൈവഹിതമല്ലാത്ത എന്താണ്, എന്ത് ചെയ്താൽ കർത്താവിന്റെ നാമത്തിന് ദോഷം ഉണ്ടാകും എന്നൊക്കെ വിവേചിക്കാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. हमें परमेश्वर ने इस बात का अच्छा विवेक दिया है कि हमें क्या करना है, क्या नहीं करना है, क्या करने से क्या परिणाम हमें भुगतना पड़ेगा, इसका एक अच्छा समझ और एक विवेक प्रभु ने हमें दे रखा है। നിങ്ങളുടെ നല്ല പ്രവൃത്തി സമൂഹ മധ്യേ റിഫ്ലക്ട് ചെയ്യണമെന്നാണ് യേശു പറയുന്നത്. परमेश्वर का वचन हमें ये बताता है, यीशु मसीह ये सिखाता है कि हमारा अच्छा कार्य हमारे समाज में दिखाई देना जरूरी है। എന്നാൽ ഇന്നെല്ലാം മാറി മറിഞ്ഞിരിക്കുക. लेकिन आज के समय में ये सब कुछ उलट पुलट हो गया है। എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് വിവേചിക്കാൻ അറിയാൻ വയ്യാതെ നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. और आज के समय में क्या अच्छा है क्या बुरा है ये बराबर लोग परख नहीं पाते हैं और आज सब समझौता के एक हालत में पहुंच चुका है। അതിന് യേശയ്യാവ് 5:20 അത് വ്യക്തമായി പറയുന്നുണ്ട്. इसलिए यशायाह नबी की पुस्तक उसके 5 अध्याय उसके 20 वचन में ये बात बहुत स्पष्ट रीति से बताया जाता है। തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുളിന് വെളിച്ചമെന്നും വെളിച്ചത്തിന് ഇരുളെന്നും പറയുകയും കയ്പിന് മധുരമെന്നും മധുരത്തിന് കയ്പെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടം. वहां पर वचन इस प्रकार कहता है कि हाय उन पर जो बुरे को भला और भले को बुरा कहते हैं, जो अंधियारे को उजियाला और उजियाले को अंधियारा ठहराते, कड़वे को मीठा और मीठे को कड़वा कर कर मानते हैं। എന്ന് പറഞ്ഞാൽ അവരവർക്ക് സൗകര്യപ്രദമായ നിലയില് ഓതിനെ നിർവഹിച്ചിട്ട് അവരവര് സൗകര്യപ്രദമായി ജീവിക്കാൻ മാർഗം കണ്ടെത്തുക. और ज्यादा क्यों कहना है कि वे लोग जो है अपने अपनी हिसाब से अपनी सुविधा के अनुसार जो उनको सही ठहरे वो वे साबित कर देते हैं। കാരണം പൗലോസിന്റെ ഭാഷയിൽ നമ്മൾ വലിയ പോരാട്ട കളത്തിലാണ്, ഒരു സ്പിരിച്വൽ വാർഫെയറിലാണ് നമ്മളായിരിക്കുന്നത്. पौलुस की भाषा में यदि हम पढ़ें तो वचन कहता है कि हम एक आत्मिक युद्ध के क्षेत्र में हम पाए जाते हैं। കാരണം ഇതെല്ലാം നമുക്ക് ഒരു ആത്മീയ വിവേചനം ഇല്ലെങ്കിൽ നമ്മൾ ട്രാപ്പ് ചെയ്യപ്പെടും. हमारे पास एक आत्मिक रीति से परखने का शक्ति अगर हमारे अंदर नहीं है तो हम बड़े फंदे में पड़ जाएंगे। എനിക്ക് അല്പം മദ്യപിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് പൗലോസ് പറഞ്ഞില്ലയോ കുറേശ്ശെ കുറേശ്ശെ ഉപയോഗിച്ചാലെന്ന് പറയുമ്പോൾ മറ്റുള്ള ശരിയാ പാസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, എന്നാൽ ഈ
ഇച്ചിരി നമുക്ക് ഉപയോഗിക്കാന്ന് പറയും. और मुझे थोड़ा शराब पीने का इच्छा है और उसी के लिए मैं वचन लेकर आऊँगा कि पौलुस कहता है कि थोड़ा बहुत शराब पीना या दाख मधु पीना सही है। तो मेरे बात मानकर दूसरा भी कहेंगे ठीक है, पासबान तो कर रहे हैं तो हम भी करने के लिए तैयार होंगे। ഞാനും കുറച്ച് ബാച്ചിലേഴ്സിന്റെ ഇടയിൽ സുശേഷം പറഞ്ഞാൽ പാടുന്ന ഒരാൾ വിളിച്ചു പറയുക, പ്രൈസ് യേശു അല്ലയോ ആദ്യം ചാരായം ഉണ്ടാക്കി പഠിപ്പിച്ചേ, കാരണം പച്ചവെള്ളത്തിൽ നിന്ന് വീഞ്ഞാക്കിയില്ലയോ. और मैं बीच में कई ऐसे जवान लोग जो हैं बैचलर लोग, उनके बीच में जब से सुसमाचार बताने के लिए गया तो वे लोग इस प्रकार हमसे कह रहे थे कि यीशु मसीह ने तो पहले हमें आमीन दाख मधु या शराब बनाने के लिए सिखाया है, क्योंकि यीशु मसीह ने पहले तो पानी को दाख मधु में बदल दिया था। ആ കൂട്ടത്തിൽ നിന്ന് അവനെ സ്നാനപ്പെടുത്തി. और उनमें से जो बोलने वाला था उसी को हमने बपतिस्मा दिलाया। എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സമയം മുന്നോട്ട് പോകുന്നല്ലോ എന്ന് പറഞ്ഞാൽ നന്മയ്ക്കൊക്കെ നമ്മൾ തിന്മയെന്നും തിന്മയ്ക്കൊക്കെ നന്മയെന്നും പറയും. കാരണം കർത്താവ് പറഞ്ഞ നന്മ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പറയാണ് ഇതെല്ലാം നല്ല കാര്യമാണ്. और इसलिए जो भला है उसे आमीन बुरा कहते हैं, और जो बुरा बात है उसको भला बनाकर हमें बताते हैं। उसका अर्थ इतना ही है कि हमारा मन जैसा चाहता है वैसे हम चीजों को बदली करते हुए चीजों को तोड़ मोड़ कर हम अपने कार्यों को कर देते हैं। നമ്മുടെ സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഇതെല്ലാം ദൈഹികമാണെന്ന് പറഞ്ഞ് സ്തോത്രം സ്തോത്രം പറയുന്ന നമ്മള് ചിന്തിക്കുന്നത്. എന്നാൽ എന്താണ് നന്മയെന്നും തിന്മയെന്നും വിവേചിക്കാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിച്ചിരിക്കണം. हमारी सुविधा के अनुसार हम चीजों को बताकर यही है सही कर कर हम साबित कर देते हैं, और उसी के अनुसार हम उसको धन्यवाद करते हुए चलते हैं। परंतु हमें प्रभु की इच्छा क्या है, प्रभु का वचन के अनुसार क्या सही है, ये बात को परखना और जानना बहुत जरूरी है। അവിടെയാണ് വചനം പറഞ്ഞ ഇരുട്ടിൽ പ്രകാശിക്കുന്നതാണ് നിങ്ങൾ, അതാ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, ഇരുട്ടിൽ നാം പ്രകാശിക്കണം. वहां पर प्रभु का वचन हमें सिखाता है कि हमें अंधियारे में उजियाला लाने वाले लोग होना चाहिए, और उसी के लिए हमारे जीवन को हमें तैयार रखना है। അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5:14 പൗലോസ് പറയുന്നത്, നമ്മളിങ്ങനെ സെൻസേഷൻ ഇല്ലാതെ ഇരിക്കരുത്, ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, അപ്പോൾ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. और इसलिए इफिसियों की पत्री 5:14 में परमेश्वर के दास पौलुस ये बात को बताता है कि हम ऐसे आमीन असंवेदनशील अवस्था में नहीं रहना है। वचन ऐसे कहता है, ये सोने वालों मरे हुओं के बीच में से जाग उठो। അതുകൊണ്ടാണ് പത്രോസിന്റെ 1 ലേഖനം 2:9 പറഞ്ഞ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. കാരണം നിങ്ങൾ സ്വയം വിവേചിക്കേണ്ടവരാ, മറ്റുള്ളവർ പറഞ്ഞ കേട്ട് ജീവിക്കേണ്ടവരല്ല. और इसलिए आमीन पतरस की आयत में ये बात को प्रभु का वचन में पतरस कहता है कि हम तो आमीन अंधकार में से परमेश्वर की अद्भुत ज्योति में परमेश्वर ने हमें ले आया है। हम परमेश्वर का चुना हुआ आमीन एक आमीन समूह है, और परमेश्वर के आमीन उन कार्यों को हमारे जीवन से हमें प्रकट करना जरूरी है। ഞാൻ ഷർട്ട് പാൻസ് ഇൻ ചെയ്ത് നടക്കുന്നതിന് എന്നെ കുറ്റം പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അയാൾ പിന്നെ അത് ഇൻ ചെയ്ത് നടക്കാൻ തുടങ്ങി. और मैं शर्ट और पैंट को जो शर्ट इन कर कर चलने का समय पर मेरे विरोध में बोलने वाला एक व्यक्ति था, परंतु उनके भी अंत के समय में वे भी अपना पैंट शर्ट को इन करते हुए चलने लगे। എന്തെല്ലാം കർത്താവിന്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളും എന്തെങ്കിലും അഭിപ്രായങ്ങളുമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നറിയാം. और परमेश्वर के मीन सेवकाई करने के समय में कितने कितने प्रकार के लोगों की अभिप्रायों को टिप्पणियों को ऐसे हमें सामना करना पड़ता है, आप जानते हो। ആവശ്യമില്ലാത്ത വെറും ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് ചർച്ചിനെ സ്പ്ലിറ്റ് ചെയ്യുവാൻ, സഹോദരങ്ങളെ സ്പ്ലിറ്റ് ചെയ്യുവാൻ അവരുപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. और बिना मतलब का छोटी छोटी बातों को लेकर कलीसिया को और लोगों को तितर बितर करने के लिए, कलीसिया में फूट लाने के लिए ले आने वाली एक एक पद्धति है ये जो करते हैं। ആ പറയുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവർ പ്ലേറ്റ് തിരിച്ചു വെക്കും, അവർ പറയും ഇത് കുഴപ്പമില്ലെന്ന് പറയും.
और जब ये बोलने वाले के लिए जब अनुकूल परिस्थिति उस प्रकार का होती है तो वे उसी समय में अपना पाला पलट देते हैं और बोलते हैं ऐसा नहीं ऐसा था। അതുകൊണ്ടാ പൗലോസ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ഈ ജഡരക്തങ്ങളോടൊന്നും അല്ല കേട്ടോ, വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിലെ അന്ധകാര ശക്തിയോടും ദുഷ്ടാത്മ സേനയോടുമാണ്. इसलिए पौलुस इस बात को बताता है कि हमारा लड़ाई मांस और लहू से नहीं है परंतु सारी प्रधानताओं से, अधिपतियों से, इस संसार के हाकिमों से है। ഈ ശ്വാസം മാത്രമുള്ള ഈ മനുഷ്യന്റെ അഭിപ്രായത്തിനല്ല വില, യേശു പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുള്ളത്. इस श्वास भरे एक व्यक्ति का आमेन एक एक टिप्पणी या अभिप्राय में हम कोई कीमत नहीं देते हैं परंतु यीशु मसीह ने जो बोली बातें हैं उसी को हम बड़ा महत्व देते हैं। എന്താണ് റോമാലേഖനം 13:11 മുതൽ ഇങ്ങനെയാ വായിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തു വന്നിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. കർത്താവ് വിശുദ്ധിക്ക് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ പൗലോസ്. और रोमियो की पत्री 13 अध्याय उसके 11 से लेकर 14 पद तक इस प्रकार वचन लिखा है कि समय को पहचान कर ऐसा ही करो, इसलिए कि अब तुम्हारे लिए नींद से जाग उठने का घड़ी यहाँ पहुंची है, क्योंकि जिस समय हमने विश्वास किया था उस समय के विचार से अब हमारा उद्धार निकट है। रात बहुत बीत गई है, दिन निकलने पर है, इसलिए हम अंधकार के कामों को त्याग कर ज्योति के हथियार बांध ले। जैसे दिन को शोभा देता है वैसे ही हम सीधी चाल चले, ना कि लीला क्रीड़ा और पियक्कड़पन से, ना व्यभिचार और लुचपन में, और ना झगड़े और डाह में, वरन प्रभु यीशु मसीह को पहन लो और शरीर की अभिलाषाओं को पूरे करने का उपाय ना करो। പകൽ സമയത്ത് എന്നപോലെ നാം എന്ത് ചെയ്യണം? മര്യാദയായി നടക്കണം. വെറുക്കൂത്ത്, മദ്യപാനം, ശയനമോഹം, ദുഷ്കാമം, പിണക്കം, അസൂയ, ഇതൊക്കെ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. और परमेश्वर हमें ये बात को बता रहा है कि जैसे दिन को शोभा देता है वैसे ही हम सीधी चाल चलना है। लीला क्रीड़ा, पियक्कड़पन, व्यभिचार, लुचपन, झगड़े, इन सारी बातों को हमारे जीवन से छोड़ देना है। നമ്മുടെ ഈ ഗിരിപ്രഭാഷങ്ങളുടെ സബ്ജക്റ്റിനകത്ത് ഇനിയും വരും വിശുദ്ധിയും വേർപാടും. അപ്പൊ കൂടുതൽ വിശദീകരിക്കാം. और इन पहाड़ी उपदेशों के इन बातों में और पवित्रता और ऐसी बातें फिर से आएंगे तो और हम उसको समझाने की कोशिश करेंगे। യേശു കർത്താവ് ആഗ്രഹിക്കുന്ന, നമ്മുടെ തമ്പുരാൻ, നമ്മുടെ മണവാളൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഷയം, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തിൽ നടക്കണമെന്ന. അതാ യോഹന്നാൻ 12:36 നമ്മോട് പറയുന്നു. और यीशु मसीह हमसे यही हमारे जीवन में चाहत रखता है, इच्छा रखता है कि हम प्रकाश का संतान बनकर हम ज्योति में चलने वाले बने, और यही हमें वचनों में भी बताया जाता है। കാരണം സൂര്യനെയും ചന്ദ്രനെയും വെല്ലുന്ന പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ശക്തിയായ രൂപാന്തരവും ശക്തിയും ശുദ്ധീകരണവും പ്രാപിച്ചവരാണ്. कारण यह है कि सूरज की ज्योति को भी टक्कर देने वाले परमेश्वर का उस प्रकाश के बीच में परमेश्वर का वचन हम एक एक को चुनौती देता है कि हमें किसी प्रकार से अंधकार को छोड़कर ज्योति के अंदर आना जरूरी है। ആ കർത്താവ് നമ്മൾ തന്ന വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. और प्रभु ने हमारे अंदर जो ज्योति को दिया गया है वो दूसरों के बीच में भी हमें उसको प्रकाशित करना है। प्रभु यही इच्छा रखता है। അതാണ് മത്തായി 5:47 പറഞ്ഞത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണ. ഇതാ കർത്താവ് നമ്മളെ കുറിച്ചുള്ള കൺസെപ്റ്റ്, നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ. और यही बात को मत्ती के सुसमाचार 5 के 47 में हम देते हैं कि जैसा तुम्हारा स्वर्गीय पिता सिद्ध है वैसे तुम भी सिद्ध बनो। അപ്പൊ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറയുമ്പോൾ അവന്റെ കൺസെപ്റ്റ് ഇതാണ്, നിങ്ങൾ വിശുദ്ധിയും നിർമ്മലതയുടെയും പ്രതീകമായിരിക്കണം.
और जब परमेश्वर हमें ये बात को बता रहा है कि हम जब ज्योति का आमीन संतान बनकर इस संसार में रहना है, तो प्रभु बोलने वाला बात यह है कि हमारे जीवन में निर्मल अवस्था और पवित्रता में हमारी जीवन को हमें ले चलना है। ഇവിടെ യേശു ആയിരിക്കുന്ന അതേ സ്റ്റാറ്റസിൽ അവന്റെ ശിഷ്യഗണവും ആകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് ഓരോരുത്തരും അങ്ങനെ ആയിരിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. और कारण यह है कि जैसा यीशु मसीह रहता था वैसे ही वे अपने शिष्य भी बने। यही इच्छा परमेश्वर रखता है, हमारे भी जीवन उसी प्रकार का एक अनुभव में रहे, यही मैं आग्रह करता हूं और प्रार्थना करता हूं। വിശുദ്ധിയുടെ മാനദണ്ഡം നാം സ്വയം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിൽ അപ്പുറമായി ദൈവത്തിന്റെ വചനത്തിൽ എന്ത് പറയുന്നു അതനുസരിക്കുക അത്രേ വേണ്ടത്. विशुद्धि पवित्रता का जो मापदंड है वे हम अपने आप से कुछ नया बनाने की आवश्यकता